വളരെ സേഫാണ്. മഴയൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എവിടെയാണ് നിങ്ങളുടെ നാടെന്നും കൂടെ ഒന്ന് പറയണേ. ഞങ്ങൾ പാലക്കാടാണ്. അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്. രാവിലെയൊക്കെ റെഡ് അലേർട്ടായിരുന്നു. ഇപ്പോൾ ഓറഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ബീഫ് മേടിക്കാൻ പറഞ്ഞിട്ട് പോണ്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് നല്ല രസമുണ്ട്. രാവിലെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ചായക്കടയിൽ നിന്ന് പരിപ്പൊടിയും ചായയൊക്കെ കുടിച്ച് പതുക്കെ പോകാനൊക്കെ വേണ്ടി ഇരിക്കണം. അപ്പോൾ അവിടുത്തെ പുഴയൊക്കെ ഏകദേശമൊക്കെ നിറഞ്ഞു. 2-3 പുഴയുണ്ടെടാ. അതൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട്. നല്ല ചായയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. എന്നിട്ട് അവിടുത്തെ പുഴയൊക്കെ പോയിട്ട് കണ്ടു. എന്താ വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, അത് ഇറങ്ങാം. പിന്നെ നല്ല ഒഴുക്കായതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ. നല്ല ഒഴുക്കുണ്ട്. പിന്നെ കലങ്ങിയ വെള്ളമാണ്. പുഴയിലൊക്കെ സാധാരണ ഇങ്ങനെ കലങ്ങിയ വെള്ളം ആയിരിക്കുമല്ലോ. പിന്നെ അവിടുന്ന് പോയി വടക്കഞ്ചേരിയിലാണ് പോയത്. വടക്കഞ്ചേരി പോയി പൈസ എടുക്കണമായിരുന്നു. പൈസ എടുത്ത് നേരെ ബീഫ് കടയിൽ പോയിട്ട് ഞാൻ ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് തന്നെ മീൻ കടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഒരാളാണെങ്കിൽ പട്ടീനെ ഓടിക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. സംഭവം അയാൾക്ക് അത്ര ഇതൊന്നും ഇല്ല. അയാളാണ് പട്ടീനെ ഒറ്റ കയറുക. പട്ടിയാണെങ്കിൽ ഓടിപ്പോയി. പിന്നെ ഈ പുഴയ്ക്ക് ഏകദേശം നല്ല നിറഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതാ വെളിയെത്തി. പക്ഷെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല പേടിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പാലത്തിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല. പക്ഷെ നല്ല പാലായിരിക്കും. പക്ഷെ ഒരു ചെറിയ ടെൻഷനുണ്ട്. വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ഉമ്മ ഇറങ്ങിയതാണ്. വീഡിയോ ഒക്കെ എടുക്കുക. ഏകദേശം നിറഞ്ഞ്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു ചേച്ചി തിരുമ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ നല്ല ഒഴുക്കിൽ തിരുമ്പിക്കൊണ്ടിരിക്കുന്നത് സമ്മതിക്കണം. അത് കാണിച്ചിട്ടില്ല. പിന്നെ പച്ചക്കറി വെക്കണം. എന്താ വെച്ചാൽ ബീഫ് കറിക്ക് പച്ചക്കറി വേണം. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചു. കുറച്ച് പച്ചക്കറി ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി മേടിച്ചു. കുറച്ച് കപ്പയും ഉണ്ടായിരുന്നു. ബീഫും കപ്പയും സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളിതാ ബീഫും കപ്പയും കുറച്ച് ആ കയ്പ്പയ്ക്ക് ഇല്ല കേട്ടോ. കയ്പ്പയ്ക്ക് വെറുതെ വെച്ചാണ്. അത് ബീഫിന് വേണ്ടേ. പിന്നെ നമ്മളിതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് ബീഫിനുള്ളതൊക്കെ തയ്യാറാക്കണം ഉമ്മ. ഞാൻ ഈ സമയം കൊണ്ട് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്യൂഷന് പോയിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കി നോക്കിയത്. പിന്നെ എന്താ കപ്പയൊക്കെ നമ്മൾ അരിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ബീഫ് കപ്പ അതൊക്കെ ഞങ്ങളിത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ നമ്മൾ ബീഫ് കറീൻ്റെ കുറച്ച് ഘട്ടങ്ങളാണ് ഇതൊക്കെ. ലാസ്റ്റ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എത്ര പേർക്ക് ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നേ. ഫോണിന് ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ക്ലാരിറ്റി ഭയങ്കര കുറഞ്ഞു. പിന്നെ മൂത്തുമ്മാൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ +1 ആയതുകൊണ്ട് അവൻ കുറേ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എക്സാമൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഏതൊക്കെ വിഷയം എടുക്കേണ്ടതെന്ന് അവൻ ഇങ്ങനെ ചോദിക്കണം. ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെടുക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് നീ നല്ല വിഷയം ഇപ്പം തന്നെ എടുക്കണം എന്നുള്ളൊരു ഇതൊക്കെ. പിന്നെ അങ്ങനെ അവൻ എഴുതുന്നുണ്ട്. നമ്മൾ കുറേ നേരം അങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ അവൻ എഴുതുന്നതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ. പിന്നെ ഞാൻ എന്തൊക്കെ നോക്കിയിട്ട് വായുമ്പൊളിച്ചിരിക്കുന്നു. എനിക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ വെളിയിലോട്ട് പോയി. വെളിയിലാണെങ്കിൽ മഴയാണ്. മഴയോട് മഴ. എന്തൊരു മഴയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു.